എത്ര തിന്നാലും എനിക്ക് മടുക്കാത്തൊരു സാധനമാണ് കേട്ടോ ചക്ക. നല്ല പഴുത്ത ചക്ക കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇതുകൊണ്ട് ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്? ചക്ക പൊരിക്കണോ അതോ ചക്ക പായസം ഉണ്ടാക്കണോ, കുമ്പിളപ്പം ഉണ്ടാക്കണോ, ഐസ്ക്രീം ഉണ്ടാക്കണോ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് ചക്ക പൊരിച്ചെടുത്താലോ എന്ന്. അതിനായിട്ടൊരു പാനിലേക്ക് 2 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 5 ഏലക്കയും 1/4 കപ്പ് പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊരു മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എള്ള് കഴുകിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കലക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് പശുവും പാലാണ് കേട്ടോ ഒഴിച്ചത്. പശുവും പാലോ തേങ്ങാപ്പാലോ ഒക്കെ ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി പോരാത്തതിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. അതൊക്കെ വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ഇതേ കൈ കൊണ്ട് ഇതുപോലെ കലക്കിയെടുത്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഓരോ ചക്കച്ചുളയും നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല തിളച്ച വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഈ സമയത്തുണ്ടല്ലോ പുറത്ത് നല്ല അടിപൊളി മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്ക്. അപ്പോൾ നല്ല കാറ്റും ഇടിയും മിന്നലും ചക്ക പൊരിച്ചതും പാൽ ചായയും. ഇനി ദേവരാജൻ മാസ്റ്റർ ഒരു പാട്ടുകൂടി ആവാം അല്ലേ. നല്ല അടിപൊളി മുരുമുരാന്നുള്ള ചക്ക പൊരിച്ചതാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുതേ.